ഏവർക്കും ഫുഡി ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക തോരനാണ്. വളരെ ഈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് ഞാനൊരു 1/2 കിലോയോളം വെണ്ടയ്ക്ക നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഈ ഒരു ഷേപ്പിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവോള, 2-3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. അത്യാവശ്യം വലിപ്പമുള്ളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏത് ഓയിൽ വേണം ചേർത്ത് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം കടുക് ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. കടുകെല്ലാം ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടാണ് ഞാൻ സോട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ പച്ചമുളകൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സോട്ട് ചെയ്യുന്നത്. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വേണ്ട കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിങ്ങനെ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ സവോള നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം 1 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെണ്ടയ്ക്ക അരിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കഴുകി വൃത്തിയാക്കി വെണ്ടയ്ക്കയിലെ വെള്ളം എല്ലാം പോയതിന് ശേഷം മാത്രം അരിഞ്ഞെടുക്കുക. അല്ലെങ്കിൽ അത് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ തോരനൊക്കെ വയ്ക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. 1 മിനിറ്റോളം കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/2 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഏകദേശം ഒരു 5 മിനിറ്റ് മാക്സിമം മതിയാവും നമുക്ക് വെണ്ടയ്ക്ക വെന്ത് കിട്ടാൻ. അപ്പം 5 മിനിറ്റ് ഏകദേശം ഒരു 4 മിനിറ്റോളം ഞാൻ മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ ഒരു 4 മിനിറ്റിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു 2-3 പ്രാവശ്യം മൂടി തുറന്നിട്ട് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം അതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി വഴുവഴുപ്പ് മാറുന്നില്ലെങ്കിൽ അങ്ങനെ തോന്നുവാണെങ്കിൽ ഒരു 4 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 1 മിനിറ്റ് മൂടി തുറന്ന് വെച്ചിട്ടും കൂടെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുഴയാതെ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള സിമ്പിളുള്ള റെസിപ്പിയാണ്. വെണ്ടയ്ക്ക അരിയുമ്പോൾ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം തോർന്നതിന് ശേഷം മാത്രം ഒന്ന് അരിഞ്ഞെടുക്കുക എന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഫുഡി ട്രാവലർ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ സീ യു. താങ്ക് യു.